ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ട്രിഗർ ഫിംഗർ വരാനും സാധ്യതയുണ്ടോ? ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിൽ 10% ആൾക്കാർക്ക് ട്രിഗർ ഫിംഗർ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ സാധാരണ ജനങ്ങളെക്കാട്ടിലും 4 മടങ്ങ് സാധ്യത കൂടുതലാണ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ട്രിഗർ ഫിംഗർ വരാൻ. ഇനി സാധാരണക്കാർക്ക് യൂഷ്വലി ഒരു വിരലിലാണ് നമ്മൾ ട്രിഗർ ഫിംഗർ കാണാറ്. എന്നാൽ ഡയബറ്റിക് പേഷ്യൻസിന് ചിലപ്പോൾ ഒന്നിലധികം വിരലും ചിലപ്പോൾ 2 കയ്യിലുള്ള വിരലുകളിലും ട്രിഗർ ഫിംഗർ കാണാറുണ്ട്. അതേപോലെ നമ്മുടെ ഷുഗറിന്റെ ലെവലും വളരെയധികം ഷുഗർ കൂടുതലുണ്ടെങ്കിൽ ട്രിഗർ ഫിംഗർ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. 3, ഏജ് ഓഫ് ദ പേഷ്യന്റ്. ഒത്തിരി പ്രായം കൂടുതലുള്ളവർക്ക് നമുക്ക് സാധാരണ തന്നെ റിസ്ക് കൂടുതലാണ്. അതിന്റെ കൂടെ ഷുഗർ കൂടെ വരുമ്പോൾ റിസ്ക് കുറച്ചുകൂടെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. ഇനിഷ്യലി നമ്മൾ എല്ലാ ട്രിഗർ ഫിംഗർ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനും കൺസർവേറ്റീവ് മാനേജ്മെന്റ് ആണ്. റെസ്റ്റ്, സ്പ്ലിന്റ്, ചെറിയ രീതിയിലുള്ള മസാജ്, ഇതെല്ലാം നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ ഡയബറ്റിക് പേഷ്യൻസിന് നോർമൽ പേഷ്യൻസിനെ കാട്ടിലും നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റിൽ ശരിയാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോർട്ടിക്കോസ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ ആണ്. ഇത് നിങ്ങളുടെ ഡോക്ടറിന്റെ പ്രിഫറൻസിനനുസരിച്ചിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക. സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം സാധാരണ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ ബോഡിയിൽ കൂടി പോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഇതിന് സ്റ്റഡീസ് എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ട്രാൻസിയന്റ് ഹൈപ്പർഗ്ലൈസീമിയാണ് എന്ന്. അത് ഫുള്ളായിട്ട് കൂടി നിൽക്കത്തില്ല. കുറച്ച് ദിവസത്തേക്ക്, ഒരു 2-3 ദിവസത്തേക്ക് മാത്രം കുറച്ച് ഷുഗറിന്റെ വേരിയേഷൻ കാണിക്കാറുണ്ട്. അല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത്. എന്നാൽ ഡയബറ്റിക് പേഷ്യൻസിന് ട്രിഗർ ഫിംഗർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സർജറി കൊണ്ട് മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് ഇത് വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടിലും എത്രയോ ബെറ്റർ ആണ് ഷുഗർ നല്ല കൺട്രോൾ ചെയ്ത് വെച്ച് ഇത് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഹാൻഡ് സർജനെ സമീപിക്കേണ്ടതാണ്.